മുഗൾ സാമ്രാജ്യം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന പേര് ഒരുപക്ഷേ അക്ബറിന്റേതാവാം. പക്ഷേ ആരായിരുന്നു അക്ബർ? വെറുമൊരു ഭരണാധികാരി മാത്രമായിരുന്നോ, അതോ ഒരു കാലഘട്ടത്തെ തന്നെ നിർവചിച്ച ഒരു ഇതിഹാസമായിരുന്നോ? അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ കഥയിലേക്ക് ഒന്ന് പോയി നോക്കാം. അല്ല, ഒന്ന് ചിന്തിച്ചു നോക്കൂ. വെറും 13 വയസ്സ് പ്രായം. എഴുതാനോ വായിക്കാനോ അറിയില്ല. കയ്യിലാണെങ്കിൽ സ്വന്തമെന്ന് പറയാൻ പേരിനൊരു രാജ്യം പോലുമില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിലൊന്ന് കെട്ടിപ്പടുക്കാൻ സാധിക്കുക? അതാണ് അക്ബറിന്റെ കഥ. അവിശ്വസനീയമായൊരു യാത്രയുടെ കഥ. അതായത് അക്ബറിന് കിട്ടിയത് പൂക്കൾ വിരിച്ച സിംഹാസനമൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ പിതാവായ ഹുമയൂൺ ഭരണം നഷ്ടപ്പെട്ട് നാടുവിടേണ്ടി വന്ന ആളാണ്. ആ ഓട്ടത്തിനിടയിലാണ് അക്ബർ ജനിക്കുന്നത് തന്നെ. ഒടുവിൽ ഹുമയൂണിന്റെ മരണശേഷം 13-ാം വയസ്സിൽ അക്ബർ ചക്രവർത്തിയാകുമ്പോൾ ആ കിരീടത്തിന് കീഴിൽ കാര്യമായി ഒന്നുമുണ്ടായിരുന്നില്ല. അപ്പോ എങ്ങനെയായിരുന്നു ആ തുടക്കം? ഒരു രാജ്യമില്ലാത്ത രാജാവായി ഒരുപാട് വെല്ലുവിളികളുടെ നടുവിലായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണം ആരംഭിക്കുന്നത്. അതെ, പേരിന് മാത്രം രാജാവ്. സിംഹാസനത്തിലിരുന്നത് അക്ബർ ആയിരുന്നെങ്കിലും യഥാർത്ഥത്തിൽ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ സൈന്യാധിപൻ ബൈറാം ഖാനായിരുന്നു. പഞ്ചാബിലെ കുറച്ചു സ്ഥലങ്ങളല്ലാതെ സാമ്രാജ്യത്തിന്റെ ഹൃദയമായ ഡൽഹിയും ആഗ്രയും വരെ ശത്രുക്കളുടെ കയ്യിലായിരുന്നു. ഈയൊരു സാഹചര്യത്തിലാണ് മുഗൾ സാമ്രാജ്യത്തിന്റെ തന്നെ ഭാവി തീരുമാനിക്കുന്ന ആ വലിയ യുദ്ധം വരുന്നത്. ഒന്നുകിൽ എല്ലാം നേടുക, അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെടുത്തുക. രണ്ടാം പാനിപ്പത്ത് യുദ്ധം. ആ യുദ്ധക്കളത്തിലെ ഒരു ചിത്രം നമുക്കൊന്ന് ഓർത്തുനോക്കാം. ഒരു വശത്ത് തങ്ങളുടെ സാമ്രാജ്യം തിരിച്ചുപിടിക്കാൻ വന്ന എണ്ണത്തിൽ വളരെ കുറവായ മുഗൾ സൈന്യം. മറുവശത്ത് ഡൽഹി ഭരിക്കുന്ന ഹേമുവിന്റെ ആത്മവിശ്വാസം നിറഞ്ഞ പടുകൂറ്റൻ സൈന്യം. ശരിക്കും ഒരു ഗംഭീര പോരാട്ടത്തിനാണ് അവിടെ കളമൊരുങ്ങിയത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, 1500 യുദ്ധാനകൾ. ഇന്നത്തെ കാലത്ത് ടാങ്കുകൾ പോലെയാണത്. ആ 13 വയസ്സുകാരൻ നേരിടേണ്ടി വന്ന വെല്ലുവിളിയുടെ വലുപ്പം ഈ ഒരൊറ്റ കണക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. യുദ്ധം ഏകദേശം ഹേമു ജയിച്ചതായിരുന്നു. മുഗൾ സൈന്യം തോറ്റു പിന്മാറാൻ തുടങ്ങിയിരുന്നു. പക്ഷേ അപ്പോഴാണ് ചരിത്രത്തിലെ ആ അപ്രതീക്ഷിത നിമിഷം വരുന്നത്. എവിടെ നിന്നോ വന്ന് ഒരൊറ്റ അമ്പ് ഹേമുവിന്റെ കണ്ണിൽ തറച്ചുകയറി. നേതാവ് വീണതോടെ ആ വലിയ സൈന്യം പേടിച്ച് നാലുപാടും ചിതറിയോടി. ഒരൊറ്റ അമ്പ്, ഒരു നിമിഷം, അത് ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. പാനിപ്പത്തിലെ ആ വിജയത്തോടെ അക്ബർ ഉറപ്പിച്ചു, ഇനി പിടിച്ചു നിൽക്കലല്ല, മുന്നോട്ടു പോകലാണ് വേണ്ടത്. ഒരു പുതിയ സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കണം. അതിജീവനത്തിന്റെ കാലം കഴിഞ്ഞു, ഇനി സാമ്രാജ്യ വികസനത്തിന്റെ കാലമാണ്. ഒരു യഥാർത്ഥ ഭരണാധികാരിയാവാൻ അക്ബറിന് പല കടമ്പകൾ കടക്കണമായിരുന്നു. ആദ്യം അദ്ദേഹത്തെ എപ്പോഴും നിയന്ത്രിച്ചിരുന്ന രക്ഷാധികാരി ബൈറാം ഖാനെ ഒഴിവാക്കി. പിന്നെയാണ് കൊട്ടാരത്തിലെ സ്ത്രീകളുടെ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വളർത്തമ്മയായ മാഹം അങ്കിയുടെ ശക്തമായ സ്വാധീനത്തിൽ നിന്ന് പുറത്തുവരുന്നത്. ഒടുവിൽ 1564-ൽ അക്ബർ എല്ലാ അർത്ഥത്തിലും ഒരു സ്വതന്ത്ര ചക്രവർത്തിയായി മാറി. ഇത് അക്ബറിന്റെ ഏറ്റവും മികച്ച ഒരു രാഷ്ട്രീയ നീക്കമായിരുന്നു. ശക്തരായ രജപുത്രരെ കൂടെ നിർത്താൻ അദ്ദേഹം 2 വഴികൾ മുന്നോട്ടുവച്ചു. സ്നേഹത്തോടെ വരുന്നവർക്ക് സ്ഥാനമാനങ്ങൾ നൽകി ഒപ്പം കൂട്ടി, അല്ലെങ്കിൽ എതിർക്കുന്നവരെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി. അടുത്ത 30 കൊല്ലം അതൊരു വിജയയാത്രയായിരുന്നു. മാൾവ, ഗുജറാത്ത്, ബംഗാൾ, കാശ്മീർ, അങ്ങനെ തെക്കേ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ വരെ നീണ്ടുകിടക്കുന്ന ഒരു വലിയ സാമ്രാജ്യത്തിന് അദ്ദേഹം അടിത്തറയിട്ടു. പക്ഷേ ഒരു സാമ്രാജ്യം പണിയുന്നത് വാളുകൊണ്ട് മാത്രമല്ലല്ലോ. ഒരു പോരാളിയെപ്പോലെ തന്നെ മികച്ച ഒരു ഭരണാധികാരി കൂടിയായിരുന്നു അക്ബർ. എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണത്തെ അത്രയേറെ സവിശേഷമാക്കിയ കാര്യങ്ങൾ? അക്ബറിന്റെ ഈ തീരുമാനങ്ങള് അന്നത്തെ കാലത്ത് ശരിക്കും വിപ്ലവകരമായിരുന്നു. ഒന്നോർത്തു നോക്കൂ, യുദ്ധത്തിൽ പിടിക്കുന്നവരെ അടിമകളാക്കരുത്. ഹിന്ദുക്കൾക്ക് അവരുടെ തീർത്ഥാടനത്തിന് നികുതി വേണ്ട. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, മുസ്ലിങ്ങളല്ലാത്തവർ കൊടുക്കേണ്ടിയിരുന്ന ജിസിയ നികുതിയും അദ്ദേഹം എടുത്തുകളഞ്ഞു. ഇത് സാമ്രാജ്യത്തിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്ക് നൽകിയൊരു സന്ദേശമുണ്ടായിരുന്നു: ഈ സാമ്രാജ്യം നിങ്ങളുടേത് കൂടിയാണ്. ഇത്രയും വലിയൊരു സാമ്രാജ്യം എങ്ങനെ കാര്യക്ഷമമായി ഭരിക്കും? അതിനുള്ള അക്ബറിന്റെ ഉത്തരമായിരുന്നു മൻസബ്ദാരി സിസ്റ്റം. വളരെ സിമ്പിളാണ് സംഭവം. ഉദ്യോഗസ്ഥരെ അവരുടെ കഴിവിനനുസരിച്ച് റാങ്ക് ചെയ്യും. ഉയർന്ന റാങ്കുള്ളയാൾ കൂടുതൽ സൈന്യത്തെ പരിപാലിക്കണം. ജാതിയോ മതമോ അല്ല, കഴിവാണിവിടെ മാനദണ്ഡം. ഇത് സാമ്രാജ്യത്തോടു കൂറുള്ള ഒരു അടിപൊളി ടീമിനെ ഉണ്ടാക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു. അക്ബറിന്റെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട, ഒരുപക്ഷെ ഏറ്റവും വിവാദപരമായ ഒരു പരീക്ഷണമായിരുന്നു ഇത്. എല്ലാ മതങ്ങളിലും നല്ല കാര്യങ്ങളുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആ നല്ല ആശയങ്ങളെയെല്ലാം ഒരുമിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ദീൻ-എ-ഇലാഹി.
ഇതൊരു പുതിയ മതമായിരുന്നില്ല, മറിച്ച് ഒരു ചിന്താധാരയായിരുന്നു. അദ്ദേഹം ഇത് സ്വീകരിക്കാൻ ആരെയും നിർബന്ധിച്ചുമില്ല. യുദ്ധവും ഭരണവും മാത്രമല്ല, കലയും സംസ്കാരവുമെല്ലാം അക്ബറിന്റെ കാലത്ത് ഒരു പുതിയ തലത്തിലേക്ക് ഉയർന്നു. നമുക്ക് അദ്ദേഹത്തിന്റെ ആ സാംസ്കാരിക പൈതൃകത്തിലേക്കൊന്ന് നോക്കാം. ഒരു ഭരണാധികാരിയുടെ മിടുക്ക് അളക്കാനുള്ള ഒരു വഴി അദ്ദേഹത്തിനു ചുറ്റുമുള്ളവരെ നോക്കിയാൽ മതി. അക്ബറിന്റെ കൊട്ടാരം പ്രതിഭകളുടെ ഒരു സംഗമസ്ഥലമായിരുന്നു. ഇതിഹാസ സംഗീതജ്ഞൻ താൻസൻ, ബുദ്ധിമാനായ ബീർബൽ, കണക്കുകളിൽ പുലിയായ തോഡർമാൾ, ഇവരെയൊക്കെയാണ് നമ്മൾ നവരത്നങ്ങൾ എന്ന് വിളിക്കുന്നത്. ചരിത്രത്തിലെ ഒരു ഡ്രീം ടീം തന്നെയായിരുന്നു. ചുവന്ന മണൽക്കല്ലിൽ അദ്ദേഹം എഴുതിയ കവിതകളാണ് ആഗ്ര കോട്ടയും ഫത്തേപൂർ സിക്രിയുമൊക്കെ. പേർഷ്യൻ, ഇന്ത്യൻ ശൈലികൾ എത്ര മനോഹരമായാണ് അതിലൊന്നിച്ചു ചേരുന്നത്. കൂട്ടത്തിൽ ഗുജറാത്ത് കീഴടക്കിയതിന്റെ ഓർമ്മയ്ക്ക് പണിത ആ കൂറ്റൻ പ്രവേശന കവാടമില്ലേ, ബുലന്ദ് ദർവാസ, അത് ഇന്നും തലയുയർത്തി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം 50 വർഷം നീണ്ട ഭരണം. ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ അദ്ദേഹം എടുത്തത് ഒരു ആയുസ് മുഴുവനായിരുന്നു. 1605 ആ വലിയ ചക്രവർത്തി ഈ ലോകത്തോട് വിട പറഞ്ഞു. ഒരു യുഗത്തിനതോടെ തിരശ്ശീല വീണു. അപ്പോ അവസാനം ഈ ചോദ്യം ബാക്കിയാവുന്നു: അക്ബറിനെ നമ്മൾ ഓർക്കേണ്ടത് അദ്ദേഹം പടുത്തുയർത്തിയ വലിയ സാമ്രാജ്യത്തിന്റെ പേരിലാണോ, അതോ എല്ലാ സംസ്കാരങ്ങളെയും ഒരുമിപ്പിക്കാൻ ശ്രമിച്ച ഒരു ബഹുസ്വര ഇന്ത്യ എന്ന അദ്ദേഹത്തിന്റെ ആശയത്തിന്റെ പേരിലാണോ? ഉത്തരം ഒരുപക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിലായിരിക്കും.